ഹലോ. ഫ്രാൻസിൽ പോയ സെക്കൻഡ് ഡേ ഞങ്ങൾ മെയിൻലി എക്സ്പ്ലോർ ചെയ്തത് ഐഫിൽ ടവറും ലൂവർ മ്യൂസിയവും ആയിരുന്നു. അങ്ങനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഐഫിൽ ടവർ കണ്ടു. വൈകുന്നേരം അത് സ്പാർക്കിൾ ചെയ്യുന്നത് കണ്ടു. മൊണാലിസയുടെ പെയിന്റിംഗും കണ്ടു. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സസ് കനേഡിയൻ മല്ലു. ഫ്രാൻസിൽ വന്ന സെക്കൻഡ് ഡേ പാരീസിലെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ആദ്യം തന്നെ മെട്രോ സ്റ്റേഷനിൽ വന്ന് നാവിഗോ പാസ് എടുക്കാനായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ എല്ലാ 5 സോൺസും സെലക്ട് ചെയ്തിട്ടാണ് പാസ് എടുത്തത്. ബട്ട് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ആ പൊട്ടത്തരം ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തില്ല. സോൺ 1 and 2 മാത്രമാണ് ഇന്ന് ഞങ്ങൾ പാസ് എടുത്തത്. ഗൂഗിളിൽ പാരീസ് മെട്രോന്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഏത് സോണിലാണ് വരുന്നതെന്ന് കാണാൻ പറ്റും. എന്നിട്ട് ആ സോണിനനുസരിച്ച് മാത്രം നമ്മൾ പാസ് എടുത്താൽ മതി. പാരീസ് വരുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ സ്കാംസ് ആണ് ടൂറിസ്റ്റിനെ ബേസ് ചെയ്തുണ്ടാവുന്നത്. ഈ സ്കാംസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് അത് ഒരുപാട് ലെന്തി ആയി പോകും. അങ്ങനെ ഞങ്ങൾ പാസ് ഒക്കെ എടുത്ത് നടക്കാൻ തുടങ്ങി. പാരീസ് വന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ നടന്നത് ഈ ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയത് ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിനടുത്താണ് ഹോട്ടൽ ദി ഇൻവാലിഡ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു. 1670 കിങ് ലൂയിസ് 14 പരിക്കേറ്റ സോൾജേഴ്സിനെ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഹോസ്പിറ്റലായിരുന്നു ഇത്. എന്ത് വലിയ ഹോസ്പിറ്റലല്ലേ. ഇപ്പൊ പക്ഷേ ഇതൊരു വാർ മ്യൂസിയം കൂടിയാണ്. അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ ക്രിപ്റ്റിലാണ് നെപ്പോളിയൻ ബൊണാപാർട്ടിന്റെ ടൂംബും ഉള്ളത്. ഞങ്ങൾ ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറിയില്ല. ചുറ്റിനും നടന്ന കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐഫിൽ ടവറിന്റെ അടുക്കിലേക്ക് നടന്നു. പാരീസിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ ഏത് ബിൽഡിംഗ് എടുത്താലും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇൻസ്റ്റയില് ഭയങ്കര ഫേമസ് ആയ സ്ട്രീറ്റ് ആണ് ഇത്. ഈ സ്പോട്ടിൽ രാവിലെ വന്നാൽ ഐഫിൽ ടവർ ബാക്ക്ഗ്രൗണ്ട് വന്ന് സൂപ്പർ ഫോട്ടോസ് എടുക്കാം. അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറെ ആൾക്കാർ പറ നിന്ന് ഫോട്ടോസ് എടുക്കായിരുന്നു. ബട്ട് സ്റ്റിൽ എന്റെ സൈഡിൽ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഐഫിൽ ടവർ കാണണം, പാരീസ് പോകണം എന്നൊക്കെ. ഐഫിൽ ടവറിനെ എല്ലാവരും റൊമാൻസിന്റെ സിമ്പിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഈ ടവർ കൺസ്ട്രക്ട് ചെയ്തത് വേറെ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. 1887 തൊട്ട് 1889 വരെ ആയിരുന്നു ഐഫിൽ ടവറിന്റെ കൺസ്ട്രക്ഷൻ. ഈ ടവർ ഡിസൈനർ ബിൽഡ് ചെയ്ത കമ്പനിയിലെ എഞ്ചിനീയർ ഗുസ്താവെ ഐഫലിന്റെ പേരിൽ നിന്നാണ് ഈ ടവറിന് ഐഫിൽ ടവർ എന്ന പേര് വന്നത്. അതേപോലെ തന്നെ 1889 നടന്ന വേൾഡ്സ് ഫെയറിൽ ടെമ്പററി എൻട്രൻസിന് വേണ്ടി പണിഞ്ഞ ടവറാണിത്. എന്തായാലും മോർ ദാൻ 7 മില്യൺ വിസിറ്റേഴ്സ് ആണ് എല്ലാ വർഷവും ഐഫിൽ ടവർ വിസിറ്റ് ചെയ്യാൻ എത്തുന്നത്. സിറ്റി ഓഫ് ലവ് എന്നറിയപ്പെടുന്ന പാരീസിൽ നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതും ഐഫിൽ ടവർ തന്നെയായിരിക്കും. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഇതിന്റെ മുകളിൽ കയറുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഈ ക്യൂ കണ്ടപ്പോൾ തന്നെ ഇതിന്റെ മുകളിൽ കയറാത്തത് നല്ലൊരു ഡിസിഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ശരിക്കും ഒളിമ്പിക്സ് നടക്കുന്നതിന് മുന്നേ ആണ് പാരീസ് പോയത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ഗാർഡനും സൈഡിലത്തെ പാർക്കും എല്ലാം ഫ്രണ്ട്സിലായിരുന്നു. ബട്ട് അതൊന്നും ഞങ്ങളെ തളർത്തിയില്ല. ഈഫിൽ ടവറിന്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നിന്ന് ഫോട്ടോസ് എടുത്തപ്പോഴാണ് ഞങ്ങൾ അത് കണ്ടത്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ കുറെ പേര് വീഡിയോ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു സുവനീർ എനിക്കും കളക്ട് ചെയ്യണമെന്നുള്ളത്. അവിടെ നിൽക്കുമ്പോൾ ആ ക്യാമറയിൽ നമ്മുടെ ഫോട്ടോ എടുക്കുകയും ഇൻസ്റ്റന്റ് ആയിട്ട് ഓൾഡ് ന്യൂസ് പേപ്പർ ടൈപ്പിൽ പ്രിന്റ് എടുത്ത് തരികയും ചെയ്യും. ഇവരിത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഡൊണേഷൻസും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇവർ പാരീസിന്റെ പല സ്ഥലത്തും നിൽപ്പുണ്ടായിരിക്കും. നിങ്ങൾ പാരീസിൽ പോകുമ്പോൾ ഇവരെ കാണുവാണെങ്കിൽ ഈ സുവനീർ എടുക്കാൻ മസ്റ്റ് ആയിട്ട് ഓർക്കണം. എനിക്കത് കിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും നടന്നു. ഐഫിൽ ടവറിന്റെ അടുത്ത് വരുമ്പോൾ ശരിക്കും ഒരു ഉത്സവപ്പറമ്പിൽ പോയ ഫീലാണ്. കുറെ സ്ഥലങ്ങളിൽ ഇവരിങ്ങനെ ഇരുന്ന് ഓരോ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈഫിൽ ടവറിന്റെ സൈഡിൽ നിന്ന് ഇറങ്ങി ആ ബ്രിഡ്ജ് ഒക്കെ ക്രോസ് ചെയ്ത് ചൊക്കാഡോ ഗാർഡൻസിലേക്കാണ് നടക്കുന്നത്. ഈ ബ്രിഡ്ജ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. രാത്രിയിൽ ഐഫിൽ ടവറിൽ ലൈറ്റ് കത്തുമ്പോൾ എല്ലാവരും ഈ സ്ട്രീറ്റിന് നടുക്ക് നിന്നാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഇവിടെ പോകുമ്പോഴും ഒളിമ്പിക്സിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് നടന്നു പോകുന്ന വഴികളെല്ലാം ഫെൻസ്ഡ് ആയിരുന്നു. പാരീസ് സിറ്റി ഭയങ്കര ക്രൗഡഡും അതേപോലെ വലിയ നീറ്റ് ഒന്നുമല്ല സ്ട്രീറ്റ്സ് ഒക്കെ. പക്ഷെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഏത് ബിൽഡിംഗ് എടുത്താലും ഭയങ്കരമായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്ത് ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഐഫിൽ ടവർ നമുക്ക് ഫ്രണ്ടിൽ കാണാം. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പൊ പിന്നെ വൈകിട്ട് ഐഫിൽ ടവർ ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ കാണാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങൾ പോയത് ആർക്ക് ദി ട്രിയോംഫിലേക്കാണ്. ഇതിനടുത്തുള്ള മെട്രോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മെട്രോയിന്റെ ഉള്ളിൽ കൂടി തന്നെ അതിന്റെ അടുക്കിലേക്ക് പോയി.
ഇവിടെ മെട്രോയിൽ കയറുമ്പോൾ ഇങ്ങനെ കുറെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ആർക് ദി ട്രയംഫ് അടുത്ത് കണ്ടു. ഇത് പാരീസിലെ ഒരു ഫേമസ് മോണ്യുമെന്റ് ആണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ കാലത്തും നെപ്പോളിയനിക് യുദ്ധത്തിലും മരിച്ചുപോയ സോൾജേഴ്സിനെ ഓണർ ചെയ്യുന്ന മോണ്യുമെന്റ് ആണിത്. ഈ ആർച്ചിന്റെ അടിയിൽ അൺനോൺ സോൾജർ ഫ്രം വേൾഡ് വാർ വണ്ണിന്റെ ടൂമ്പും അതേപോലെ തന്നെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കും കാണാം. വേൾഡ് വാർ 1 and 2 മരിച്ചുപോയ സോൾജേഴ്സിന്റെ മെമ്മറിക്കാണ് ഈ വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയത് കൊണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ മെട്രോ സ്റ്റേഷന്റെ പേര് അർജന്റീന എന്നാണ്. കണ്ടപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെ ഞങ്ങൾ മെട്രോ ഒക്കെ പിടിച്ച് ഞങ്ങൾ ഹോട്ടൽ ഡേവിൽ കാണാനാണ് പോയത്. ഇത് പാരീസിന്റെ സിറ്റി ഹാൾ ആണ്. ഫ്രഞ്ച് റവല്യൂഷന്റെ കാലം തൊട്ടേ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള നല്ലൊരു കിടിലം ബിൽഡിംഗ് ആയിരുന്നു ഇത്. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി. രാവിലെ തൊട്ട് ഫുൾ നടത്തിയായതുകൊണ്ട് അവസാനം വിശപ്പിന്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ ഒരു ബുളോഞ്ചറിയിൽ പോയി. ബേക്കറിനെയാണ് ഇവർ ബുളോഞ്ചറി എന്ന് ഫ്രഞ്ചിൽ പറയുന്നത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്നറിയില്ല, ബട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പാരീസ് വരുവാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ പോവാതെ ഇതേപോലെയുള്ള ബുളോഞ്ചറിയിൽ പോയാൽ നല്ല കിടിലം ഫുഡ് കഴിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്താത്ത ഫുഡാണ് ഫ്ലാൻ കേക്ക്. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടായാലും തിരിച്ച് പാരീസിന് പോകുന്നതിന് മുന്നേ വീണ്ടും ഇത് വാങ്ങി കഴിച്ചായിരുന്നു. കാരണം അതേപോലെ സൂപ്പർ ആയിരുന്നു. ഇവരുടെ സാൻഡ്വിച്ചസ്, ക്രോസോൺസ്, മാക്രോൺസും എല്ലാം സൂപ്പറാണ്. അങ്ങനെ ഒരു സാൻഡ്വിച്ചും കോഫിയും ഫ്ലാൻ കേക്കും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു പോയപ്പോഴാണ് സീൻ റിവറിന്റെ സൈഡിലെ ഈ വാക്ക് വേ കണ്ടത്. ഇവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതും സീൻ റിവറിൽ കൂടെ റിവർ ക്രൂസ് ചെയ്യുന്ന ആൾക്കാരെ കാണാനും എല്ലാം നല്ല രസമായിരുന്നു. അതേപോലെ ചുറ്റിനുള്ള ബിൽഡിങ്സും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്നു എന്നപ്പോ കണ്ട ചർച്ചയാണിത്. നല്ല ഭംഗി തോന്നിയോണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും നടന്നു. ഈ ഡേ ആഫ്റ്റർനൂണിൽ ഞങ്ങൾ മേജർലി എക്സ്പ്ലോർ ചെയ്തത് ലൂവർ മ്യൂസിയം ആണ്. ഇങ്ങോട്ടേക്കായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിന്റെ അടുത്ത് തന്നെ മെട്രോ സ്റ്റോപ്പും ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് നടക്കുമ്പോൾ ഒരു നടുമുറ്റം എത്തും. ആ നടുമുറ്റവും കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ആ പിരമിഡിന്റെ എൻട്രൻസ് നമ്മൾ എത്തുന്നത്. ഈ ലൂവർ പാലസ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ ഫുൾ പാലസ് കോംപ്ലക്സ് 40 hectares ഓഫ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലൂവറിന്റെ ഫോട്ടോസ് കാണുമ്പോൾ ആദ്യമേ നമ്മൾ കാണുന്നതാണ് ആ പിരമിഡ്. ഞാൻ ഫോട്ടോസ് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ആ പിരമിഡിനകത്തായിരിക്കും മ്യൂസിയം എന്നാണ്. എന്നാൽ ഈ ചുറ്റിനും കാണുന്ന ഈ പാലസിനകത്താണ് ഹോൾ മ്യൂസിയം നിൽക്കുന്നത്. ആൻഡ് ആ ഫ്രണ്ട് കാണുന്ന പിരമിഡ് ആക്ച്വലി ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് മാത്രമാണ്. 1983 ചൈനീസ് അമേരിക്കനായ IM പേനെയാണ് ഈ ഗ്ലാസ് പിരമിഡിന്റെ ആർക്കിടെക്റ്റായി സെലക്ട് ചെയ്തത്. ഫുൾ ഗ്ലാസ് സെഗ്മെന്റ്സും മെറ്റൽ പോൾസും യൂസ് ചെയ്താണ് ഈ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ലൂവർ വരുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ തന്നെ പാസ് എടുത്തിട്ട് വേണം ഇവിടെ വരാൻ. അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ ക്യൂവിൽ 2 to 3 hours വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഓൾറെഡി പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ട. കരോസൽ എൻട്രൻസ് വഴി ഒരു 10 to 15 minutes വെയിറ്റ് ടൈമിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റും. കരോസൽ എൻട്രൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ലൂവറിന്റെ ഫ്രണ്ടിൽ നിന്നൊന്ന് യു ടേൺ തിരിഞ്ഞാൽ ഒരു ഗാർഡനും സ്റ്റാച്ചുവും കാണാൻ പറ്റും. ആ സ്റ്റാച്ചുവിന്റെ അടുക്കിലേക്ക് നടന്നാൽ കരോസൽ എൻട്രൻസ് എത്തും. അങ്ങനെ ആ എൻട്രൻസ് വഴി അകത്ത് കയറുമ്പോൾ ഇൻവേർട്ടഡ് പിരമിഡിന് അടുത്താണ് നമ്മൾ എത്തുന്നത്. ഈ എൻട്രൻസ് കൂടെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു 10 to 15 minutes ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റി. ലൂവർ മ്യൂസിയത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വേണം പാസ് ബുക്ക് ചെയ്യാൻ. ലൂവർ മ്യൂസിയം പല പെവിലിയൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം റോമൻ ആൻഡ് ഗ്രീക്ക് സ്കൾപ്ചേഴ്സിന്റെ ഏരിയയിലേക്കാണ് വന്നത്. സ്കൾപ്ചേഴ്സിനെ ഒക്കെ പറ്റി ഒരുപാട് അങ്ങ് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതെല്ലാം കണ്ടുകൊണ്ട് നടന്നു. ഈ ഹാൾ നിറച്ചും ഗ്രീക്ക് ഗോഡ്സിന്റെ സ്കൾപ്ചേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഹാൾ ഫുൾ നടന്ന് ചെല്ലുമ്പോൾ അറ്റത്ത് ദ വിൻഡ് വിക്ടറി ഓഫ് സമോത്രേസ് കാണാം. ഏൻഷ്യൻ ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് നൈക്ക് എന്നാണ് ഗോഡസ് ഓഫ് വിക്ടറിയുടെ പേര്. പണ്ടുള്ള ആൾക്കാർ കടലിൽ പോകുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നൈക്കിനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് നടന്നു. ഈ മ്യൂസിയത്തിനകത്തുള്ള പെയിന്റിങ്സും സ്കൾപ്ചേഴ്സും മാത്രമല്ലാണ്ട് ആ ഹോൾ പാലസ് കാണാനും ഭയങ്കര ഭംഗിയാണ്. അതിന്റെ റൂഫൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് പെയിന്റിങ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ആദ്യമേ ലൂവർ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നത് മൊണാലിസ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇഷ്ടം പോലെ പെയിന്റിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഒരുപാട് പെയിന്റിങ്സ് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. കാരണം ജീവൻ തുടിക്കുന്ന പെയിന്റിങ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളായിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ കുറെ പെയിന്റിങ്സ് അങ്ങനത്തെ കാണാൻ പറ്റി.
അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ദി വെഡിങ് ഫീസ്റ്റ് ഓഫ് കാന അഥവാ കാനായിലെ കല്യാണത്തിന്റെ പെയിന്റിംഗ് കണ്ടത്. എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ഇത്ര ഹ്യൂജ് പെയിന്റിംഗ് ചെയ്യുന്നതൊക്കെ ഇത് നോക്കി ഞങ്ങൾ നിന്നുപോയി. അങ്ങനെ ആ പെയിന്റിങ്സ് എല്ലാം കണ്ടുവരുമ്പോ ഒരു ഹാളിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കാത്തിരുന്ന മൊണാലിസയുടെ പെയിന്റിംഗ് അതിനകത്തായിരിക്കുമെന്ന്. അങ്ങനെ അറ്റ്ലാസ് മൊണാലിസയും കണ്ട് ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് നടന്നു. ഇവിടെ മൊണാലിസ മാത്രമല്ലാണ്ട് ഇഷ്ടംപോലെ കിടിലം പെയിന്റിങ്സ് ഉണ്ട്. പക്ഷെ മൊണാലിസയുടെ ഫ്രണ്ട് മാത്രം ഭയങ്കര ക്രൗഡായിരുന്നു. അതുപോലെ തന്നെ ചെറിയ പെയിന്റിങ്സ് ഒന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ചില പെയിന്റിങ്സ് ഒക്കെ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. അതെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതേപോലെ തന്നെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ഇതൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിന്ന് ആലോചിച്ചു പോയി. അങ്ങനെ ആ പെയിന്റിങ്സ് എല്ലാം കണ്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഫ്രഞ്ച് ക്രൗൺ ജുവൽസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഹാളിലേക്കായിരുന്നു. ഈ സ്ഥലം ഒരു രക്ഷയില്ലായിരുന്നു. സീലിങ്ങും ഭിത്തിയും എല്ലാം ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു റോയൽ ഫീൽ ആയിരുന്നു ഇതിനകത്ത് നിൽക്കാൻ. ലൂയിസ് 15 ക്രൗൺ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഭംഗിയുള്ള ഡയാഡം, ക്രൗൺ, ബ്രേസ്ലെറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാം. നെപ്പോളിയൻ 1 സെക്കൻഡ് വൈഫായ മേരി ലൂയിസിന്റെ എമറാൾഡ് സെറ്റ് ഓഫ് ജ്വല്ലറിയാണ് ഈ കാണുന്നത്. ആ ലൈറ്റിന്റെ ഒക്കെ അടിയിൽ ഈ ജ്വല്ലറീസ് ഒക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര തിളക്കമായിരുന്നു കാണാൻ. അങ്ങനെ ഫ്രഞ്ച് റോയൽറ്റിയുടെ ഒരുപാട് ഡിസ്പ്ലേസ് നമുക്ക് ഈ ഹാളിൽ കാണാൻ പറ്റും. ലൂവറിനകത്ത് ഗൈഡഡ് ടൂർസും അവൈലബിൾ ആണ്. ലൂവറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ ലാംഗ്വേജസിലാണ് ഗൈഡഡ് ടൂർസ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഗൈഡഡ് ടൂർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ പെയിന്റിങ്ങിനെ പറ്റിയും സ്കൾപ്ചേഴ്സിനെ പറ്റിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് കഴിഞ്ഞ് വന്ന സെക്ഷനിൽ മെസോപ്പൊട്ടാമിയ റീജിയനിലുള്ളതും അതേപോലെ ടെറാക്കോട്ട വേസസും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ മെയിൻ ഡിസ്പ്ലേ. ഗൈഡഡ് ടൂർ ചൂസ് ചെയ്തില്ലെങ്കിലും എല്ലാ ഡിസ്പ്ലേയുടെ താഴെ അതിന്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഫുൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വായിച്ചും കണ്ടുമല്ല ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് നടന്നു. ഇനി ലൂവർ പാലസിനെ കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി ആയാലോ. 12th സെഞ്ച്വറിയിൽ കിങ് ഫിലിപ്പ് II വെസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്ന അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർട്ടസ് ആയിട്ടാണ് ലൂവർ പണിഞ്ഞത്. അതിനുശേഷം 16th സെഞ്ച്വറിയിൽ ഫ്രാൻസിസ് I ഈ ഫോർട്ടസിനെ പൊളിക്കുകയും ലൂവറിനെ ഒരു റോയൽ റെസിഡൻസ് ആക്കി മാറ്റുകയും ചെയ്തു. ഫ്രാൻസിസ് I ഒരു വലിയൊരു ആർട്ട് കളക്ടർ ആയിരുന്നു. അങ്ങനെ 16th സെഞ്ച്വറിയിൽ തുടങ്ങിയ ആർട്ട് കളക്ഷൻ ആണ് ഇപ്പോഴും നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന മൊണാലിസയും മൈക്കലാഞ്ചലോ ആൻഡ് റഫാലിന്റെ പെയിന്റിങ്സും എല്ലാം. ലൂവറിനെ റോയൽ റെസിഡൻസ് ആക്കി മാറ്റിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിനുശേഷം ലൂയിസ് 14 റോയൽ കോർട്ട് വെർസൈൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഇത് പിന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ കേന്ദ്രമായി മാറുകയും ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ലൂവറിൽ അപ്രോക്സിമേറ്റ്ലി 500,000 ഒബ്ജക്ട്സും 35,000 ആർട്ട് ഡിസ്പ്ലേസും ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈജിപ്ഷ്യൻ ആന്റിക്സ് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഹാളിലെത്തി. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ മമ്മിയുടെ ഡിസ്പ്ലേ ഒക്കെ കണ്ടതും നല്ല രസമായിരുന്നു. പാരീസിൽ വന്നാൽ നടക്കുന്നതാണ് മെയിൻ ഐറ്റം ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ കംഫർട്ടബിൾ ഷൂസ് ഇടാൻ മറക്കരുത്. ലൂവർ മ്യൂസിയത്തിനകത്തുള്ള ഡിസ്പ്ലേസ് ഒന്നും 1 ഡേ കൊണ്ട് കണ്ടു തീരാൻ പറ്റത്തേയില്ല. എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് എങ്കിലും മിനിമം വേണം എല്ലാ ഡിസ്പ്ലേസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അത് എന്താന്നുള്ളത് വായിച്ചു നോക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും. 9 o'clock തൊട്ട് 6 o'clock വരെയാണ് യൂഷ്വലി ലൂവറിന്റെ ടൈമിംഗ്. ചില ദിവസം രാവിലെ 9 തൊട്ട് രാത്രി 9 o'clock വരെ ഓപ്പൺ ആയിരിക്കും. ഞങ്ങൾ ചെന്ന ദിവസം 6 o'clock വരെയുള്ളായിരുന്നു ഓപ്പൺ. അപ്പൊ 6 മണി ആകുമ്പോഴത്തേക്ക് അവർ ഓരോരോ സെക്ഷൻ ക്ലോസ് ചെയ്ത് വരും. അങ്ങനെ ഞങ്ങളൊരു 6 o'clock ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആക്ച്വലി ചെറിയൊരു മഴയുണ്ടായിരുന്നു. ബട്ട് ഭാഗ്യത്തിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മഴയെല്ലാം മാറി. സൈഡ് എൻട്രൻസിൽ കൂടെ പോകുമ്പോൾ പാലസിനകത്തെ ആ വലിയ ഹോൾവേയിൽ നമുക്ക് കയറാൻ പറ്റും. അവിടെ ഇരുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ ഈ ചുറ്റിനും കാണുന്ന ഹോൾ പാലസ് ആണ് ഇന്ന് ഫുള്ള് കയറി ഇറങ്ങി എല്ലാം കണ്ടത്. ശരിക്കും ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഈ ദിവസമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. പാരീസിൽ വരുമ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ഡെലിക്കസി ട്രൈ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു ഡിഷ് കണ്ടുപിടിച്ചു. അതായിരുന്നു അലിഗോട്ട്. ആവശ്യം കുറച്ച് കൂടുതലായതുകൊണ്ട് അത് കിട്ടുന്ന റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു പോയി ഞങ്ങളത് വാങ്ങി. മാഷ്ഡ് പൊട്ടറ്റോസും ചീസും കൂടെ വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് സോസേജിന്റെ കൂടെ തരുന്ന ഒരു ഡിഷാണിത്. പിന്നെ ഇവരുടെ ഒരു ഡെലിക്കസി ആയതുകൊണ്ട് തന്നെ നമുക്ക് എരിവും പുളിയും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ലല്ലോ. പക്ഷെ എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഈ ഡിഷ് തരക്കേടില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ട്രൈ അറ്റ് യുവർ ഓൺ റിസ്ക് എന്നേ ഞാൻ പറയുള്ളൂ. അക്ഷയുടെ മുഖം കണ്ടാ അറിയാം പുള്ളിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പൈസ കൊടുത്തല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ട്രൈ ചെയ്ത് തീർത്തു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഐഫിൽ ടവർ മിന്നുന്ന കാണാൻ പോയി. എല്ലാ ദിവസവും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് രാത്രി 1 മണി വരെ എല്ലാ മണിക്കൂറും 5 മിനിറ്റത്തേക്ക് ഐഫിൽ ടവറിലെ ലൈറ്റ്സ് സ്പാർക്കിൾ ചെയ്യും. ഇത് ആക്ച്വലി നല്ലൊരു മൊമെന്റ് ആയിരുന്നു. എപ്പോഴും ലൈഫിൽ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അറ്റ്ലാ സാധിച്ചത്, അതും വിത്ത് മൈ ഫേവറേറ്റ് പേഴ്സൺ. അങ്ങനെ അവിടെ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി.
സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ചേട്ടാ അവരെല്ലാവരും അങ്ങോട്ട് പോകുന്നു, നമ്മളത് ഇങ്ങോട്ട് പോകുന്നേ. അവർക്കാർക്കും വഴി അറിയില്ല, എല്ലാവരും മണ്ടന്മാർ. നമ്മൾ കറക്റ്റ് വഴിയിലാണ് പോകുന്നത്. അതെ അതെ, ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. വഴി അറിയാവുന്ന ആൾ ഗൂഗിൾ മാപ്പ് നോക്കി കിടക്കും. അവർക്കൊന്നും വഴി അറിയില്ല. അതെ അതെ, മുതൽ പിടിച്ചേരാ We are in Paris. മോനെ.